വിശ്വഗുരുവെന്നൊക്കെ സംഘികൾ തള്ളിമറിക്കുമെങ്കിലും മോദിയുടെ ഭരണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യക്ക് എത്ര വട്ടമാണ് ലോകത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നിട്ടുള്ളത്? BJP ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും മനുഷ്യാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും എല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുന്നുവെന്ന് ലോകം എത്ര വട്ടമാണ് നമുക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിച്ചത്? ഒടുവിലിതാ യൂറോപ്യൻ പാർലമെൻറ്റും ഇന്ത്യയിൽ നടക്കുന്ന വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ, മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശബ്ദതയ്ക്കെതിരെ പ്രത്യേക സെഷൻ വിളിച്ചുകൂട്ടി അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. Since he entered power in 2014, Narendra Modi, the Prime Minister, has been implementing a radical nationalist Hindu policy, which has had terrible consequences. Journalists, religious minorities. We should all be worried about the worsening human rights situation in India. Freedom of press has narrowed. Journalists and activists have been arrested for false reasons. Discrimination and hate have increased. And this is also what I saw personally when I visited India in December. We urge Indian authorities to take immediate action to stop the violence and protect religious minorities, particularly the Christian community in Manipur. I will not retaliate. I will just say we will defend religious freedom wherever it is endangered, be it Christians or otherwise. ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ഇന്ത്യ അപമാനിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണത്തിന് കീഴിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മനുഷ്യാവകാശവും മതേതരത്വവും എല്ലാം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയറവ് വയ്ക്കുന്ന ഒരു ഭരണകൂടത്തിനെ നോക്കി യൂറോപ്പിലെ 27 രാജ്യങ്ങളുടെ കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ, അവരുടെ പ്രധാനപ്പെട്ട ബോഡികളിലൊന്ന് യൂറോപ്യൻ പാർലമെൻറ്റ്, ഈ അംഗരാഷ്ട്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 705 അംഗങ്ങളടങ്ങിയ ആ യൂറോപ്യൻ പാർലമെൻറ്റ് പ്രത്യേക സെഷൻ മണിപ്പൂർ പ്രശ്നത്തിൽ വിളിച്ചുകൂട്ടി നമ്മുടെ രാജ്യത്തെ ഭരണ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും മനുഷ്യാവകാശവും എല്ലാം ഇല്ലാതാക്കപ്പെടുന്ന ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് എന്നവർ ആക്ഷേപിക്കുന്നു. ഇപ്പോഴും വിശ്വഗുരു എന്നാണ് പറയുന്നത്. മോദി അടുത്ത ദിവസം സന്ദർശിക്കാനിരിക്കുന്ന ഫ്രാൻസിൻ്റെ പ്രതിനിധികളുമുണ്ട്. ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും പോളണ്ടും ഹോളണ്ടും ചെക്കോസ്ലോവാക്യയും ഗ്രീസും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ പാർലമെൻറ്റ്. മോദി പോകുന്ന അതേ ഫ്രാൻസിൻ്റെ പ്രതിനിധികളും നരേന്ദ്രമോദിക്കെതിരായ അതിശക്തമായ നിലപാടാണ് ആ യൂറോപ്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. മുഴുവൻ അംഗങ്ങളും, അവിടെ സംസാരിച്ച മുഴുവൻ അംഗങ്ങളും മണിപ്പൂരിൽ നടക്കുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ വേട്ട, അത് നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടത്തിന് തയ്യാറാകാത്തതിനെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ഭരണകൂടത്തിൻ്റെ പരാജയം, ഒരു സംസ്ഥാനമൊട്ടാകെ കത്തിയമരുമ്പോൾ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ നോക്കി അവരൊക്കെ സങ്കടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്നോർത്ത്. ഇന്ത്യയിലെ ഓരോ മനുഷ്യാവകാശവും മതപരമായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന വേട്ടയുമൊക്കെ ആ സെഷനിൽ സംസാരിച്ച വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. അപ്പോഴും വിശ്വഗുരുവാണ് നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദിക്കെതിരെയായിരുന്നു അവിടെ ശബ്ദമുയർന്നത് മുഴുവൻ. ഇന്ത്യ ഈ യൂറോപ്യൻ പാർലമെൻറ്റ് മണിപ്പൂർ വിഷയത്തിൽ പ്രത്യേക സമ്മേളനം വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ എതിർത്ത് രംഗത്തെത്തി. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ വിശ്വഗുരു എന്നൊക്കെ സംഘികൾ സ്വയം പറയുന്ന ഒരു ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്ത് ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ വേട്ടയും മനുഷ്യർ നിരന്തരം മരിച്ചു വീഴുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ലോകം പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ വഴിയുണ്ടാക്കേണ്ടത് ആരാണ്? നമ്മുടെ ഭരണകൂടമാണ്. അമേരിക്കയിൽ പോയി വലിയ ആളാകാൻ നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അമേരിക്ക ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളും മനുഷ്യാവകാശവും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ലോകത്തിന് മുന്നിൽ നമ്മൾ പലവട്ടമാണ് തലതാഴ്ത്തേണ്ടി വരുന്നത്. ഇന്ത്യയിൽ ഒരു ഭരണകൂടം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ അജണ്ടകൾക്ക് വേണ്ടി ഇന്ത്യയുടെ ബഹുസ്വരതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനെ പോലെയുള്ള ഇടങ്ങളിൽ നിന്ന് പോലും അതിനെതിരായി ശബ്ദമുയരുന്നു എന്ന് പറഞ്ഞാൽ
നമ്മൾ അധികം വാചാലമായിട്ട് കാര്യമില്ല. ആ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞത് ഈ രാജ്യത്തെ ഓരോ പൗരനും കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ആഭ്യന്തര കാര്യത്തിൽ ആരും ഇടപെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയെപ്പോലെ മഹത്തായ ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർ യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തെ വിമർശിക്കുകയല്ല, സങ്കടപ്പെടുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായല്ലോ എന്നോർത്ത് അവർ വേദനിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഭരണകൂടം ഇടപെടണം എന്നവർ പറയുന്നത്. In the state of Manipur, at least 100 people are dead, tens of thousands displaced, hundreds of houses belonging to Christians destroyed, along with 250 churches, theological institutions, schools and hospitals, as well as several temples. These attacks against Christians are not isolated incidents. They are organized, leaving behind destruction and shattered lives. The EU cannot close its eyes to these crimes. That's why I call on our Special Envoy for Freedom of Religion and the EES to communicate clearly to the Indian authorities the need to stop this violence and to provide necessary support to the victims immediately. We call on the most populous democracy in the right just to do what it is duty-bound to do in its constitution, to maintain religious freedom also for Christians in Manipur. One thing, colleagues, has irritated me with the negotiations with the other groups, how difficult it is for the Greens and colleagues and those on the left to say that it's Christians who are affected. They wriggle with platitudes about discrimination and religious intolerance, and they can't state what is obvious. Persecutions of Christians are real, and it is our duty to make sure that they stop. About the situation in Manipur, where we have seen ethnic clashes taking on an increasing religious dimension. The events of the last 10 weeks are tragic. 120 lives lost, 50,000 people displaced, 250 churches destroyed. Unfortunately, this is not an isolated incident across India. Those who are not Hindu, in particular Christians, are facing growing intolerance, violence, humiliation, discrimination. We're seeing this in anti-conversion laws in different federal states. Our joint resolution is crystal clear. We are calling on India to do everything within its power to end ethnic and religious violence, to punish perpetrators, and end Hindu extremism. Without ironclad guarantees in this area, then we cannot talk about a new trade agreement with India.